Hi traders, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നമുക്ക് നിഫ്റ്റി തന്നെ ആദ്യം പരിശോധിക്കാം. ഇന്നലെ 24,476 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഒരു 28ഓളം പോയിന്റ് മൈനസിൽ 24,444 എന്ന ലെവലിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ഇന്നത്തെ മൊത്തത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു 200ഓളം പോയിന്റിന്റെ മൂവ്മെന്റും നൽകിയിരുന്നു. ഓപ്പൺ ചെയ്ത ഉടൻ തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിരുന്ന ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തെങ്കിലും നിഫ്റ്റി വളരെ വേഗം കയറി വന്നു. എന്നാൽ ഇവിടെ ഒരു പരിശോധനയ്ക്ക് സമയം തരാതെ തന്നെ ഒരു 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ എങ്ങോട്ട് ഡയറക്ഷൻ തരുന്നു എന്നും തരാതെ തന്നെ പെട്ടെന്ന് ഇന്നലത്തെ ക്ലോസിങ്ങിന് മുകളിലും കടന്നു. എന്നാൽ ചെറിയ ക്യാൻഡിൽ പരിശോധിച്ച് ഈ ഒരു ഡയറക്ഷൻ, ഏതെങ്കിലും ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യുക എന്നത് ശ്രമകരമായിരുന്നു. എന്നാൽ കൃത്യമായും ഇവിടെ ഈ ലെവലിൽ ഒരു സപ്പോർട്ട് നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ ശ്രമിച്ചവർക്ക് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ, അതല്ലെങ്കിൽ തൊട്ടു മുകളിലത്തെ റെസിസ്റ്റൻസ് ലെവൽ, അത് ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ടാകാം. എന്നാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ പ്രതീക്ഷിച്ചു നിന്നവർക്ക് ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഈ ടാർഗറ്റ് ഇത് ബുക്ക് ചെയ്യാതിരുന്നെങ്കിൽ തീർച്ചയായും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. എന്നാൽ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ തിരഞ്ഞെടുക്കാം എന്ന് കരുതി ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് വീണ്ടും കയറി വന്ന് സെല്ല് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയും ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകുകയും ചെയ്തവർ വീണ്ടും പുതിയ ഡേയ്സ് ലോ ലഭിക്കുമെന്ന് കരുതിയെങ്കിൽ അവിടെയും തെറ്റി. കുറെ നേരം അവരെ ടെൻഷൻ അടുപ്പിച്ചു മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ട് പോയി പിന്നീട് പതിയെ നമ്മുടെ സപ്പോർട്ട് ലെവലിലോട്ട് വന്ന് അവിടെ നിന്നും വീണ്ടും ഉയർന്നു പോവുകയാണ് ചെയ്തത്. വളരെ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്തില്ലെങ്കിൽ ഇന്ന് തലങ്ങും വിലങ്ങും എല്ലാം സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യതയായിരുന്നു. നമുക്കറിയാം ഇന്നലെ വലിയ ന്യൂസ് തന്നെ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും ഒരു ധാരണയുള്ളതായിരുന്നു. അപ്പോൾ അത് പ്രതീക്ഷിച്ച് നിന്നവർ ഏത് ചൂസ് ചെയ്യണം എന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നിരിക്കും. പോസിറ്റീവായിട്ട് ഒരു വാർത്തയെ കാണുന്നവരും നെഗറ്റീവായി വാർത്തയെ കാണുന്നവരുമുണ്ട്. അപ്പോൾ സാധാരണയായി ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ എത്തുന്ന അത്രയും വെൽ പ്ലാൻഡ് ആയ ആൾക്കാർക്ക് മാത്രമാണ് കൃത്യമായി ന്യൂസിനെ കുറിച്ചും കൃത്യമായ ഒരു ഡയറക്ഷനും എടുക്കാൻ കഴിയുക. എന്നാൽ അതറിയാത്ത ആൾക്കാർ വാർത്തയ്ക്കനുസരിച്ച് ഏതെങ്കിലും ഒരു ഡയറക്ഷനോട്ട് ട്രേഡ് ചെയ്യാം എന്ന് കരുതി ഓപ്ഷൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും ലോങ് ലെവലിലുള്ള, അതായത് OTM ഔട്ട് ഓഫ് ദി മണി ആയിരിക്കും മോസ്റ്റ്ലി വാങ്ങുക. കോൾ ഓപ്ഷന് വേണ്ടി ബെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പൈസ പോകും. എന്നാൽ പുട്ട് ഓപ്ഷന് വേണ്ടി രാവിലെ തന്നെ ചെയ്യുകയായിരുന്നെങ്കിൽ തീർച്ചയായും പുട്ട് ഓപ്ഷന് വേണ്ടി നല്ല ഒരു ചാൻസ് കിട്ടിയിരുന്നു. പിന്നീട് അതേ ലെവലിൽ നിന്നും നമുക്കറിയാം ഇവിടെ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവലിൽ നിന്ന് തന്നെയാണ് കൃത്യമായും പ്രൈസ് റിവേഴ്സ് പോന്നിരുന്നത്. എന്നാൽ അവിടെ നിന്നും വീണ്ടും ഡിക്ലൈൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് പോലെയെങ്കിൽ അവർക്ക് വീണ്ടും തെറ്റി. അവിടെ നിന്നും ഇത്രയും ബ്രേക്ക് ചെയ്ത് താഴെ വന്നപ്പോൾ ഒരു OTM ചൂസ് ചെയ്യാം എന്ന് തോന്നിയവർക്ക് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാവാം. എന്നാൽ രാവിലെ മുതൽ ഒരു OTM പിടിച്ച് സംഗതി ഹോൾഡ് ചെയ്ത് നിന്നവർ തീർച്ചയായും ലോസ് അനുഭവിച്ചിട്ടുണ്ടാവാം. ഇത്തരം സന്ദർഭങ്ങളിൽ അല്പം കൂടി വലിയ ടൈം ഫ്രെയിമിലോട്ട്, ചെറിയ ടൈം ഫ്രെയിമുകളെ നോക്കാതെ അല്പം കൂടി വലിയ ടൈം ഫ്രെയിമുകളിലോട്ട് നോക്കി ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഇത്തരം ബിഗ് ന്യൂസുകൾ ഉണ്ടാകാവുന്ന ദിവസങ്ങളിൽ കുറച്ച് നല്ലത്. എന്നാൽ അത്ര വ്യക്തമായ ഒരു പ്ലാനിങ് ഇല്ല എങ്കിൽ തീർച്ചയായും ഇത്തരം വലിയ വാർത്തകൾ വരുന്ന ദിവസം പരിചയമില്ലാത്തവരാണെങ്കിൽ മാറി നിൽക്കുക മാർക്കറ്റിൽ നിന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ചിലപ്പോൾ പണം കിട്ടിയേക്കാം, ചിലപ്പോൾ പണം നഷ്ടപ്പെട്ടേക്കാം. ബെറ്റ് വെക്കുന്ന ക്യാഷ് പോയാൽ പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് എൻ്റെ ഒരു അനുഭവം. തീർച്ചയായും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇന്നലെ. എന്നാൽ അത് പ്രയോജനപ്പെടുത്താൻ കഴിയാത്തവർ വളരെയധികം പേരുടെ ഖേദം കാണേണ്ടി വന്നു, കേൾക്കേണ്ടി വന്നു. എന്നാൽ നല്ല പ്രോഫിറ്റ് കിട്ടിയവരും വളരെയധികം പേരുണ്ടായിരുന്നു. ചിലർക്ക് ലാഭം കിട്ടുന്നു, ചിലർക്ക് നഷ്ടവും വരുന്നു. അത് മാർക്കറ്റിൽ പതിവുള്ള കാര്യമാണ്, പാർട്ട് ഓഫ് ദി ഗെയിം. ഓക്കെ, അപ്പോൾ ഇന്ന് ലഭിച്ച മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് നോക്കാം. 24,514 എന്ന ലെവലിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 24,306 എന്ന ലെവലിലാണ് നാളത്തേക്കുള്ള സപ്പോർട്ട്, ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ ചെറിയ മൈനർ റെസിസ്റ്റൻറ്റ് ആൻഡ് സപ്പോർട്ട് ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നാളെ വാർത്ത അനുസരിച്ച് എവിടെയായിരിക്കാം, ഇന്ന് രാത്രിയിലും ഒക്കെ ആയിട്ട് നാളെ രാവിലത്തേന് വരുന്ന വാർത്തകളും അല്ലെങ്കിൽ
അതിനനുസൃതമായി വാങ്ങാനുള്ള തീരുമാനങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ ഇൻഡെക്സ് എവിടെ ഓപ്പൺ ആകുമെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. എന്നാൽ നാളെ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ, ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 24,306 എന്ന ലെവലിൽ താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. എന്നാൽ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുന്നു, അത് ഈ ഏരിയയിലോട് അടുത്ത് 24,337 എന്ന ഏരിയയിലോട്ടൊക്കെ അടുത്ത് അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ നിന്നും ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സ്റ്റോപ്പ് ലോസ് സ്ട്രിക്റ്റ് ആയി കണക്കാക്കിക്കൊണ്ട് കോൾ ഓപ്ഷൻ വാങ്ങി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് 24,514 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എന്നാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പിന്നെയും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിലായി 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ, അതായത് 24,555 എന്ന ലെവലിനൊക്കെ മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അല്പം കൂടി പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവ. മുമ്പേ നിങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. ഇതെല്ലാം മുൻ ദിവസങ്ങളിൽ തന്നെ രേഖപ്പെടുത്തിയവയാണ്, അതുകൊണ്ട് അവ മാറ്റങ്ങളില്ല. എന്നാൽ താഴോട്ട് ലഭിക്കുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകൾ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയവയാണ്. അവയ്ക്ക് ഞാൻ യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. ആവശ്യമുള്ളവർക്ക് താല്പര്യമെങ്കിൽ തീർച്ചയായും വീഡിയോ പോസ്റ്റ് ചെയ്ത് കാണാവുന്നതാണ്. ഇത്രയും ഒരു റേഞ്ച് ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ പോലും ഡേയ്സ് ലോ ആയിരിക്കും ഞാൻ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുക. എന്നാൽ അതിന് താഴെയുള്ള ഈ സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് ഞാൻ കരുതുകയില്ല. അതുപോലെ തന്നെ ഈ ലെവലിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ ആണെങ്കിൽ കാണിക്കുന്നെങ്കിൽ മാത്രം പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. അപ്പോൾ തീർച്ചയായും അതുവരെ രേഖപ്പെടുത്തിയല്ലോ ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഞാൻ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി തന്നെ കണക്കാക്കും. സ്റ്റോപ്പ് ലോസ് ഞാൻ വളരെ വ്യക്തമായി കീപ്പ് ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് നോക്കാം. 52,089 എന്ന ലെവലാണ് ആദ്യമേ ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവലായി, അല്പം സ്ട്രോങ് ആയ റെസിസ്റ്റൻസ് ലെവലായി ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ 51,105 നല്ല പോയിന്റിന്റെ റേഞ്ച് ഉണ്ട്, 1000 പോയിന്റ് റേഞ്ച് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ മൈനർ റെസിസ്റ്റൻസുകളും സപ്പോർട്ടുകളും ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ നിങ്ങൾക്ക് കാണാം. 640, 731, 946 എന്നിങ്ങനെയാണ് ആ മൈനർ റെസിസ്റ്റൻസുകൾ. എന്നാൽ 51,200 ലെവലിലാണ് ആദ്യത്തെ മൈനർ സപ്പോർട്ട് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, ഈ റേഞ്ചിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിൽ എത്തണമെങ്കിൽ പോലും ആദ്യമായി നമുക്ക് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എങ്കിൽ മാത്രം കോൾ ഓപ്ഷൻ വാങ്ങി ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഒരുപക്ഷെ ഗ്രാജുവലി പ്രൈസ് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ മുകളിലോട്ട് ലഭിക്കാവുന്ന ടാർഗറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും അവ അത്ര പെട്ടെന്ന് മുകളിലോട്ട് പോയിക്കൊള്ളണമെന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ്
ഈ ലെവലാണെങ്കിലും 51,105 ആണ് സപ്പോർട്ടായി പ്രതീക്ഷിക്കുന്നതെങ്കിലും 50,996 എന്ന ലെവലിൽ താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ടാർഗറ്റ് എന്നത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അല്പം കൂടി ഡൗൺ സൈഡിൽ പോന്നേക്കാം എന്നാണ് കരുതുക. അങ്ങനെ വന്നാൽ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് പോരുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. നിങ്ങൾ കാണാം എന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ. സെൻസെക്സ് എന്താണ് അടുത്ത നമ്മുടെ ലെവൽ എന്ന് നോക്കാം. 80,521 എന്ന ലെവലിലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 79,812 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ടായും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് നമ്മൾ കാണാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ കൃത്യമായും കാണാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഈ ലെവൽ താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക, 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. എന്നാൽ ഈ ലെവൽ വന്ന് ടെസ്റ്റ് ചെയ്തതിനു ശേഷവും പ്രൈസിന് അപ്വേർഡ് പോകാം. ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ വീണ്ടും ഡിക്ലൈൻ തന്നെ തരുന്നു ചെറിയ ടൈം ഫ്രെയിമിലെങ്കിൽ മാത്രം വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രധാനമായും ഈ ലെവലിന് താഴെ 79,749 താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ് വീണ്ടും ഡിക്ലൈൻ കിട്ടിയേക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 79,547, 368, 79,224, 79,040 എന്നിങ്ങനെ താഴോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു, മുകളിലേക്ക് പോകും എന്നാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഈ ലെവലാണ്. 80,521 എങ്കിൽ പോലും ഈ ലെവലുകളെല്ലാം കയറി ക്ലോസ് ചെയ്തതിനു ശേഷവും വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ മാത്രം കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. വീണ്ടും കിട്ടാവുന്ന അപ്പ് മൂവ് എന്ന് പറയുന്നത് ഈ ലെവലുകളാണ്. നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. പ്രൈസ് എപ്പോഴും ഇത്തരത്തിൽ 6 ആഗായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് സഞ്ചരിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു കോൾ ഓപ്ഷൻ വാങ്ങിയാലോ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ വാങ്ങിയാലോ വലിയ ടാർഗറ്റുകൾ കിട്ടും എന്ന് കരുതി ഹോൾഡ് ചെയ്യുന്നത് അത്ര ഉചിതമല്ല. ചെറിയ ചെറിയ ടാർഗറ്റുകൾ ബുക്ക് ചെയ്ത് റീ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുന്നതാകും കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. അതല്ലെങ്കിൽ വ്യക്തമായ ഒരു ട്രെൻഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇത് ഞാൻ എൻ്റെ ആവശ്യത്തിലേക്ക് തന്നെ തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാനാണ്. താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം. പക്ഷേ റിസ്ക് അവരവരുടേതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ, ലാഭം ലഭിക്കട്ടെ എന്ന ആശംസയുണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.